എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായാലോ കണ്ടിട്ട്, അപ്പോൾ ഒന്ന് ഹലോ പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പൊറോട്ടയാണ്. വീട്ടിലുണ്ടാക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും സോഫ്റ്റും ലെയേർഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ പറ്റിയ രീതി. ഒരുപാട് വിഷ്വലോ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നും ഇതിലില്ല. വീട്ടിൽ ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടാൻ പറ്റിയ ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട കഴിക്കാത്ത ഒരു കുറവായിരിക്കും മലയാളിക്ക് തോന്നുന്ന ബീഫും പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ ഒന്നും കൊതി തോന്നാത്തൊരു വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ഇവിടെ ഒരു 7 പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം ഉണ്ടാക്കാം. ഇതിന് വേണ്ടി 500 ഗ്രാം 500 ഗ്രാംസ് മൈദ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നു, തണുപ്പ് മാറിയ മുട്ടയാണ്. ഇതിലേക്ക് ഇനി 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ റവ. റോസ്റ്റഡ് റവയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് റവ ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ലൊരു ടേസ്റ്റും ഒരു ഫീലും കിട്ടിയത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് എന്ന് വെച്ചാൽ 240 മില്ലിയുടെ കപ്പ് പാല്, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കണം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്താലാണ് പൊറോട്ടയ്ക്ക് ഒരു ഫ്ലേവർ കൂടുന്നത്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പാലിൻ്റെ നനവ് ഈ മൈദയിൽ കൂടി ഒന്ന് ഫുള്ളായിട്ട് നനഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ സമയത്ത് ഇനിയും പാൽ ഒഴിക്കരുത്, ഇത്രയും പാൽ മതിയാവും. അത് മാവായിട്ട് കുഴച്ച് വരുമ്പോൾ അത് പാകത്തിനുണ്ടാവും. ഒരുപാട് പാലൊഴിക്കാതെ നോക്കാം. പിന്നെ പാല് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. എന്നാലും കുറച്ചും കൂടി സോഫ്റ്റും ഫ്ലേവറും കൂടുതൽ പാൽ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ്. ഇനിയാണ് പൊറോട്ടയുടെ മെയിൻ വർക്ക്ഷോപ്പ്. നന്നായിട്ട് കുഴയ്ക്കണം. ഇതിലൊട്ടും പിശിക്കരുത്. ഒരു 20 മിനിറ്റോളം ഞാൻ നന്നായിട്ട് കുഴച്ചു. അപ്പോൾ സോഫ്റ്റായിട്ട് ഒരുപാട് ബലത്തിൽ ഒന്നും കുഴയ്ക്കണ്ട, പക്ഷേ സമയം എടുക്കണം. പൊറോട്ടയുടെ മാവ് നന്നായിട്ട് വർക്കൗട്ട് ആവണം. പൊറോട്ടയുടെ മാവ് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതിന് ഒരുപാട് ഒട്ടലില്ല. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാണ്, ഒട്ടലില്ല. അപ്പോൾ 20 മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉള്ള മാവാണിത്. അപ്പോൾ ഞാൻ ബൗളിൽ നിന്ന് എടുത്ത് കണ്ടില്ലേ, ഒട്ടി പിടിക്കണില്ല നമ്മുടെ സർഫസിൽ. ഈ ഒരു പരുവത്തിൽ കിട്ടണം നമ്മുടെ ഡോ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ പൊറോട്ട പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ കുറച്ചും കൂടി നേരം ഞാനിത് ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുഴയ്ക്കണ ഇടയിൽ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, എന്നിട്ട് പിന്നെയും വന്ന് കുഴയ്ക്കാം. അതും നല്ലതാണ് ഈ ഡോ ഒന്നും കൂടി നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 25 മിനിറ്റ്സ് ഇത് കുഴച്ചു കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലൊരു സ്മൂത്ത് ബോളാക്കിയിട്ട് എങ്ങനെ എടുക്കണം. ഇത് കണ്ടില്ലേ, ഇതൊന്നും ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ആ മാവ് ഇങ്ങനെ പൊന്തി വരും, ചെറിയൊരു എലാസ്റ്റിക് എഫക്റ്റ്. അപ്പോഴാണ് നമുക്കറിയുന്നത് ആ മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ആ ബോളിൽ തന്നെ കുറച്ച് എണ്ണ അടിയിൽ തടവാം. എന്നിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ആ ബോൾ ഇട്ട് കൊടുക്കാം. ഇനി കുഴയ്ക്കരുത് കേട്ടോ. ഇതങ്ങനെ തന്നെ ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലും ഒന്ന് എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്, അതിൻ്റെ സ്മെല്ല് നമ്മുടെ പൊറോട്ടയുടെ ഫ്ലേവറിനൊക്കെ എഫക്റ്റ് ചെയ്യും. സൺഫ്ലവർ ഓയിലാണ് നല്ലത്, അല്ലെങ്കിൽ പാം ഓയിലായാലും നല്ലതാണ്. ഇനി നമുക്കിത് മൂടി വെക്കണം. ഒരു നനഞ്ഞ തുണി വെച്ചിട്ടാണ് ഞാൻ മൂടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലിഡും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂർ മാറ്റി വെക്കണം. എന്നാലേ ഇതിൻ്റെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല പൊറോട്ട കിട്ടുള്ളൂ, ലെയർഡായിട്ട് കിട്ടണമെങ്കിൽ.
3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് ഇനി കുഴയ്ക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ലോങ് റെക്റ്റാങ്കിൾ ആക്കിയിട്ട് എടുക്കണം. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 7 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏകദേശം സെയിം സൈസിലുള്ളത്. ചില പൊറോട്ട കുറച്ച് വലിപ്പം കൂടും കുറയുകയും ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. ഇനി ഓരോന്നെടുത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ബോൾസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്ന് അടിഭാഗത്തുനിന്ന് വീർപ്പിച്ചിട്ട് ഉരുട്ടി താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് ചെയ്യുന്നത്, കൈ കൊണ്ട് ഷേപ്പ് ചെയ്യുന്നത്. മോൾ ഭാഗം നല്ല സോഫ്റ്റ് ബോളായിട്ട് വരും. ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഡോ എത്രത്തോളം സോഫ്റ്റാണെന്ന്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അടിഭാഗം നമ്മളിങ്ങനെ കൂട്ടിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. മോൾ ഭാഗം നല്ല സോഫ്റ്റും സ്മൂത്തായിരിക്കും. അപ്പോൾ മോൾ ഭാഗം നല്ല സ്മൂത്തായിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ആ ബൗളിലിട്ടിട്ട് ഒന്ന് കുറച്ച് എണ്ണ തടവി കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. വീണ്ടും 10-15 മിനിറ്റ് ഇത് മൂടി വെക്കണം, ആ നനഞ്ഞ തുണിയും ലിഡുമായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, വർക്ക് ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ചൂട് തുണി വെച്ചിട്ട് കൗണ്ടർ തുടക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഡ്രൈ ചെയ്തിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം നമ്മുടെ കൗണ്ടർ സ്പേസിൽ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ മൈദ ഉണ്ടകൾ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വീശുന്നില്ല, എന്നാലും പറ്റണ പോലെ അത്രയ്ക്കും തിന്നായിട്ട്, അത്രയ്ക്കും ഒരു വലിയൊരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷീറ്റായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പുമ്മിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോളർ ഉണ്ടെങ്കിൽ ഇത് വളരെ പെർഫെക്റ്റാണ് കേട്ടോ. തീരെ ഒട്ടിപ്പിടിക്കലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഈ പരത്തിയതിൻ്റെ ഉള്ളിൽ കൂടി കാണാൻ പറ്റണം, അത്രയ്ക്ക് തിന്നായിരിക്കണം. കുറച്ച് പൊട്ടിലും ഓട്ട വന്നാലൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് സീബ്ര കട്ടിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് പോകണം അറ്റം വരെ. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തും കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ഷേപ്പായി ലെവലാക്കി സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒപ്പത്തിൽ നടുക്കേക്ക് നീക്കി കൊടുക്കാം. കണ്ട് തീരെ നമ്മുടെ കൗണ്ടറുമ്മിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല മാവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെയേഴ്സ് ഫോം ചെയ്യാൻ പോകുന്നത്. ഇതിനി ഉരുട്ടി നടുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരുമ്പോൾ 2 സൈഡിൽ നിന്നും ചുറ്റണം. എന്നിട്ട് ഒരു താഴത്തെ കോയിലിൻ്റെ മുകളിലത്തതൊന്ന് അമർത്തി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഈ പൊറോട്ടയ്ക്ക് സെറ്റാക്കുന്നത്. നല്ല ലെയറും നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിലത്തെ ലെയർ അടിയിലത്തെ ലെയർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലത്തെ ലെയർ അത് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇതാണ് നമ്മൾ പൊറോട്ടയ്ക്ക് ചുറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിക്കുക ഈ സെയിം മെത്തേഡ്. റോൾ ചെയ്യുന്നു പറ്റണം അത്രയും തിന്നായിട്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉള്ളിൽ കൂടി കാണണം. പറ്റണ പോലെ കുറച്ച് വീശാം, കുറച്ചൊന്ന് വലിക്കാം, കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യാം, കുറച്ചൊന്ന് പരത്താം. എല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മാവ് ഇത്ര നല്ലതായതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്കും തിന്നായിട്ടും ഇങ്ങനെ സ്ട്രെച്ചബിൾ ആവുന്നത്. കുറച്ച് വലിക്കാം, കുറച്ച് വീശാം, കുറച്ച് പരത്താം. അപ്പോൾ ആ കൗണ്ടർ ടോപ്പ് നമുക്ക് ഇടയിൽ കൂടി നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, അത്ര തിന്നാണ്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രേപ്പറോ കത്തി കൊണ്ട് സീബ്ര കട്ടിങ് ഇതുപോലെ നേരിയതായിട്ടുള്ള സ്ട്രിപ്സ് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ആ സ്ക്രേപ്പർ വെച്ച് തന്നെ സൈഡ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കാം.
മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ വക്ക് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം. സ്ക്രേപ്പർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം സൈഡ്സ്. അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി മുകളിൽ നിന്ന് താഴത്തേക്ക്, താഴത്തുനിന്ന് മുകളിലേക്ക് അങ്ങനെ ഒതുക്കി 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 നടുക്ക് കൊണ്ടുവരണം. ഒരുമിച്ച് ആയതിന് ശേഷം ആ റോപ്പ് ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ചുറ്റി തുടങ്ങാം. ഈ സൈഡിൽ നിന്നും ചുറ്റണം, മറ്റേ സൈഡിൽ നിന്നും ചുറ്റണം. എന്നിട്ട് ഒരു ചുറ്റിയ ഭാഗം മറ്റേതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കണം. അപ്പോൾ പിടി കിട്ടിയില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വീശി, ചെറുതായിട്ടൊന്ന് വീശി, നമ്മളെ കൊണ്ട് പറ്റണ പോലെ വീശി പരത്തി തിന്നാക്കി കട്ട് ചെയ്ത് കോയിൽ ചെയ്ത് വെക്കാം. ഒന്നും കൂടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ നമ്മൾ ചുരുട്ടി വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ആവശ്യത്തിന് എണ്ണ ഉണ്ട് അതിൽ, അതുകൊണ്ട് അത് ഡ്രൈ ആയി പോകുമൊന്നുമില്ല. ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൈ കൊണ്ട് അതിൽ മുകളിലൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. എന്നിട്ട് 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഡോവിൻ്റെ ഗ്ലൂട്ടൻ ഒന്ന് വർക്കായിട്ട് ഒന്നും കൂടി സോഫ്റ്റായിട്ട് പൊറോട്ട പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഈ പൊറോട്ടനോട് എന്താണാവോ എല്ലാവർക്കും ഇത്ര ഇഷ്ടം? മൈദയാണ്, ഒരുപാട് ഹെൽത്തി ആയിട്ടും ഒന്നുമല്ല. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. എന്നാലും ടേസ്റ്റ് എന്ന് പറയുന്നത് മൈദ വെച്ചിട്ടുണ്ടാക്കുന്നത് തന്നെ. അതിൻ്റെ ആ ഒരു മണം ഒന്ന് വേറെയാണ്. പിന്നെ ഓയിലുണ്ട്, നെയ്യുണ്ട്. ഹെൽത്തി സംഭവം ഒന്നല്ല, എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്. വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യണം. കാരണം ഈ വെയിറ്റിംഗ് ഇല്ലാണ്ട് നടക്കില്ല. കുറച്ച് നേരം ആ മാവ് ഇരിക്കാണ്ട് നന്നാവില്ല. അപ്പോൾ നമുക്ക് രാവിലെ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ വൈകിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൗണ്ടർ സ്പേസ് നല്ല ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു കൗണ്ടർ സ്പേസ് വേണം. ഓയിലും മൈദയും ഇങ്ങനെ എല്ലായിടത്തും ആവും. അപ്പോൾ അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തുടയ്ക്കുകയും വേണം. ഈ കുറച്ച് ഐറ്റംസേ ഉള്ളൂ പ്ലാനിങ്. പിന്നെ ഈ കുറച്ച് എണ്ണയും മൈദയൊക്കെ തെറിക്കുന്ന അതൊന്ന് ക്ലീൻ ആക്കുന്ന സംഭവം. അല്ലെങ്കിൽ ഈ പൊറോട്ട ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളിത് വീണ്ടും പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ സ്പേസിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ കൈ കൊണ്ടും ഒന്ന് പരത്തി കൊടുക്കാം. പക്ഷെ അപ്പോൾ അത്രയ്ക്കും ഈവനായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ വേവാതെ വരും. ഇതുപോലെ പരത്തുന്നതാണ് നല്ലത് റോളർ വെച്ചിട്ട്. പക്ഷേ ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യരുത്, ആ ലേസ് വിട്ട് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഫോഴ്സ് വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ എണ്ണ ഉള്ള സർഫസിൽ ഇങ്ങനെ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വട്ടത്തിൽ കിട്ടും. ഇത് ശരിക്കും നന്നായിട്ട് സ്പ്രെഡ് ആവും. നമ്മുടെ ഡോ അത്ര നന്നായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പരത്താൻ തീരെ ബുദ്ധിമുട്ട് കാണാൻ പാടില്ല. നല്ല രസമായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് ചുടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ദോശക്കല്ല് പോലത്തെ കല്ലുണ്ടെങ്കിൽ അതുമൂലം ചൂടാം. പക്ഷെ അത് ചൂട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗണായി വരാനും ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. പക്ഷേ നോൺ സ്റ്റിക്ക് ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കനെ ചൂടാക്കിയിട്ട് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് മുഴുവൻ ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നാലേ പതുക്കനെ ബ്രൗണായി പതുക്കനെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉൾഭാഗം വേവാതൊക്കെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ പതുക്കനെ കുറച്ച് നേരം ചൂടായതിന് ശേഷം നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. തിരിച്ചും മറിച്ചും ഒരു 4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചും. ഇടയിൽ കുറച്ച് എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം പാനിൽ. അപ്പോൾ 2 സൈഡും നല്ല ബ്രൗണായി വന്നാൽ നമ്മുടെ പൊറോട്ട റെഡി. അപ്പോൾ 2 എണ്ണമൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ആ ചൂട് പറക്കുമ്പോൾ തന്നെ
ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം, ആവി പറക്കണം. ചൂടുള്ളപ്പോൾ തന്നെ ഇത് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ്നെസ്സും ആ ലെയറിങ്ങും വരുള്ളൂ. ഒരുപാട് നേരം കൂടാതെ ഈ 2 പൊറോട്ട റെഡിയാകുമ്പോൾ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ലെയർഡായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പൊറോട്ട. ഇതിൻ്റെ മണം കേട്ടിട്ട് കഴിക്കാൻ കൊതിയായിട്ടും പാടില്ല. ഇവിടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ 2 എടുക്കാം, ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ലെയേഴ്സ് കണ്ടില്ലേ, ഇഷ്ടം പോലെ ലെയർഡായിട്ട് നല്ല സോഫ്റ്റായിട്ട്. കണ്ടാൽ മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്ത എപ്പിസോഡിൽ തന്നെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് കിഴി പൊറോട്ട ഉണ്ടാക്കുന്നത്. അതും കൂടി കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇഷ്ടപ്പെടണമെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.